we know നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രീഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള MCQs ആണ്. ഇലക്ട്രീഷ്യൻ റിലേറ്റഡ് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇലക്ട്രീഷ്യൻ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. First question, what is the purpose of bedding in an underground cable? Option A, to increase the conductivity of the cable. Option B, to protect the metallic sheet from the mechanical injury from armoring. Option C, to hold the insulators on which conductors are fastened. Option D, to avoid moisture entering into the കേബിൾ. അതായത് നമ്മൾ കേബിൾസ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ കേബിൾസ് പഠിക്കുമ്പോൾ അതിനകത്ത് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേബിൾസും അതുപോലെ അതിൻ്റെ ഓരോ സാധനങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബെഡിങ് എന്ന പ്രോസസ്സ് എന്താണ് ബെഡിങ് എന്ന് പറയുന്നത്? ഈ അണ്ടർഗ്രൗണ്ട് കേബിളിൽ ബെഡിങ്ങിൻ്റെ പർപ്പസ് എന്താണ്? ആക്ച്വലി നമ്മളൊരു കേബിൾ എടുത്തു കഴിഞ്ഞാൽ കേബിളിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ്, അതായത് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ കോർ ഉണ്ടാവും, ഇൻസുലേറ്റേഴ്സ് ഉണ്ടാവും, മെറ്റാലിക് ഷീറ്റ്, അതുപോലെ ബെഡിങ്, ആർമറിങ് ആൻഡ് സെർവിങ്, ഇങ്ങനെയാണ് മെയിനായിട്ടുള്ള പാർട്സുകൾ വരുന്നത്. അപ്പോൾ ഈ കേബിളിൽ ആദ്യം വരുന്ന ആരാണ്? നമ്മുടെ കണ്ടക്ടറാണ് അല്ലേ? പിന്നെ അത് പ്രൊട്ടക്ട് ചെയ്യാൻ അതിൻ്റെ മേലൊരു കവറിങ് ഏതാണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. പിന്നെ വരുന്നത് നമ്മുടെ മെറ്റാലിക് ഷീറ്റാണ്, അതായത് നമ്മുടെ മോയ്സ്ചർ അതുപോലെ ഗ്യാസസിനെയൊക്കെ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ അതിൻ്റെ മേലെയാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്? ഈ ബെഡിങ് എന്ന് പറയുന്ന ആൾ. അത് എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ദ മെറ്റാലിക് ഷീറ്റ്. അപ്പോൾ പറഞ്ഞു നമ്മുടെ മെറ്റാലിക് ഷീറ്റ് കഴിഞ്ഞിട്ടാണ് ബെഡിങ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മെറ്റാലിക് ഷീറ്റ് എന്താണ്? കൊറോഷൻ അതുപോലെ മെക്കാനിക്കൽ ഇഞ്ചുറി അതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബെഡിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബെഡിങ് എന്താണ്? എന്താ പർപ്പസ്? ടു പ്രൊട്ടക്ട് ദ മെറ്റാലിക് ഷീറ്റ് ഫ്രം ദ മെക്കാനിക്കൽ ഇഞ്ചുറി ഫ്രം ആർമറിങ് ആണ് ബെഡിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, കാൽക്കുലേറ്റ് ദ സിങ്ക്രണസ് സ്പീഡ് N of 5 HP 8 pole 450 volt 50 Hz 3-phase squirrel gauge induction motor. Option A 960 rpm, option B 2750 rpm, option C 750 rpm, option D 1000 rpm. അതായത് ഒരു 3-phase squirrel gauge induction motor തന്നിട്ടുണ്ട്. ആ 3-phase squirrel gauge induction motorൻ്റെ സിങ്ക്രണസ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സിങ്ക്രണസ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? NS = 120 F/P ആണ് അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഫ്രീക്വൻസി, അതായത് സപ്ലൈ ഫ്രീക്വൻസി എത്ര തന്നിട്ടുണ്ട്? നമുക്ക് 50 Hz തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് പോൾസ് തന്നിട്ടുള്ളത് എത്രയാണ്? 8 പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അതായത് 120 × 15 × 8 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 750 rpm. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 3, in a steam power plant, dash is used to heat the feed water from the flue gas. നമ്മൾ സ്റ്റീം പവർ പ്ലാന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് യൂസ് ചെയ്തിട്ടാണ് ഹീറ്റ് ആൻഡ് ഫീഡ് വാട്ടർ ഫ്രം ദ ഫ്ലൂ ഗ്യാസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ സൂപ്പർ ഹീറ്റർ, ഓപ്ഷൻ ബി എക്കണോമൈസർ, ഓപ്ഷൻ സി എയർ പ്രീ ഹീറ്റർ, ഓപ്ഷൻ ഡി ബോയിലർ. അപ്പോൾ എന്താണ്? എക്കണോമൈസർ യൂസ് ചെയ്തിട്ടാണ്. അതായത് ഈ എക്കണോമൈസറിൻ്റെ വേറൊരു പേരാണ് ഫീഡ് വാട്ടർ ഹീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. എക്കണോമൈസറിന് അങ്ങനെയും ചോദിക്കാറുണ്ട്. എന്താണ് ഫീഡ് വാട്ടർ ഹീറ്റർ എന്ന് പറയുന്നത്? അതായത് എന്തിനാണ് നമ്മൾ ഈ എക്കണോമൈസർ അല്ലെങ്കിൽ ഈ ഫീഡ് വാട്ടർ ഹീറ്റർ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ദ ഫീഡ് വാട്ടർ ഫ്രം ദ ഫ്ലൂ ഗ്യാസിന് ഹീറ്റ് ചെയ്യാൻ. അതുപോലെ ഈ സൂപ്പർ ഹീറ്റർ പറഞ്ഞാൽ ഡ്രൈ, അതായത് യൂസ്ഡ് ടു ഡ്രൈ ദ വെറ്റ് സ്റ്റീം ഓർ റൈസ് ദ ടെമ്പറേച്ചർ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൂപ്പർ ഹീറ്റർ പർപ്പസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ എയർ പ്രീ ഹീറ്ററും ഉണ്ട്. അതെന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ, എയർ എൻട്രോ ചെയ്യുന്നതിന് മുമ്പ് ഫർണസിലേക്ക് എയർ എൻട്രോ ചെയ്യുന്നതിന് മുമ്പ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എയർ ബിഫോർ എൻ്റർ ദ ഫർണസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എയർ പ്രീ ഹീറ്റർ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എക്കണോമൈസർ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 4, വൈൽ കണ്ടക്ടിങ് എ നോ ലോഡ് ടെസ്റ്റ് ഇൻ എ DC സീരീസ് മോട്ടർ വാട്ട് കോൺസിക്വൻസ് വിൽ ഒക്കർ? അതായത് നമ്മളൊരു DC സീരീസ് മോട്ടറിൽ നോ ലോഡ് ടെസ്റ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് കോൺസിക്വൻസ് ആണ് ഉണ്ടാവാൻ പോകുന്നത്? ഓപ്ഷൻ എ, ദർ വിൽ ബി എ ഡിക്രീസ്ഡ് ഫീൽഡ് കറന്റ് വിത്ത് ദ റിസൾട്ട് മോട്ടർ സ്പീഡ് വിൽ ബി ലോ. ഓപ്ഷൻ ബി, ദ മോട്ടർ വിൽ റീച്ച് സച്ച് എ ഹൈ സ്പീഡ് ദാറ്റ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മേ ഡിസ്ട്രോയ് ദ മോട്ടർ വൈൻഡിങ്. ഓപ്ഷൻ സി, ദ ആർമേച്ചർ കറന്റ് വിൽ ഇൻക്രീസ് abnormally and the fuse will blow. Option D, the motor will come to rest immediately due to the low field current. The correct answer option B ആണ്. അതായത് the motor will reach such a high speed that the centrifugal force may destroy the motor. അതായത് നമ്മൾ ഒരിക്കലും ഒരു DC സീരീസ് മോട്ടർ ഒരിക്കലും ഓൾവേസ് ബി സ്റ്റാർട്ടഡ് വിത്ത് ലോഡോട് കൂടി മാത്രമേ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ നോ ലോഡ് അല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് ഡേഞ്ചറസ് ഹൈ സ്പീഡിൽ അതെന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കും? അത് അതിൻ്റെ വൈൻഡിങ്സ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ കാരണമാകും.
Question number 5, epoxy cable joint is used. അതായത് എപ്പോക്സി കേബിൾ, അതായത് എപ്പോക്സി, അതുപോലെ പോളിയെത്തിലീൻ, അതുപോലെ പ്രൊട്ടക്റ്റീവ് റെസൈൻസ്, പ്രൊട്ടക്ട് എഗെയിൻസ്റ്റ് ഹ്യൂമിഡിറ്റി എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇതാണ് കേബിളിൻ്റെ പ്രത്യേകതയാണ്. അത് എന്തിനാണ് കേബിൾ ജോയിൻറ്റ് ഈസ് യൂസ്ഡ്, എവിടെയാണ് അത് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ വെർ ഹീറ്റിംഗ് ഓഫ് ദ കേബിൾ ഈസ് നോട്ട് പെർമിറ്റഡ്, ഓപ്ഷൻ ബി ഇൻ ടെമ്പററി ജോയിൻറ്റ്, ഓപ്ഷൻ സി ഇൻ HT കേബിൾ ജോയിൻറ്റ്, ഓപ്ഷൻ ഡി ഇൻ ടീൻ ജോയിൻറ്റ്സ്. അപ്പോൾ എവിടെയാണത് ഈ എപ്പോക്സി കേബിൾ ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്? വെർ ഹീറ്റിംഗ് ഓഫ് ദ കേബിൾ ഈസ് നോട്ട് പെർമിറ്റഡ്, ആ ഒരു കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ എപ്പോക്സി കേബിൾ യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6, ദ സ്റ്റാർട്ടർ യൂസ്ഡ് ഫോർ സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ്. നമുക്കറിയാം ഇൻഡക്ഷൻ മോട്ടറിൽ എന്ത് യൂസ് ചെയ്യാറുണ്ട്? സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? സ്റ്റാർട്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടറാണ് നമ്മളൊരു സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ DOL സ്റ്റാർട്ടർ, ഓപ്ഷൻ ബി റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ, ഓപ്ഷൻ സി സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, ഓപ്ഷൻ ഡി ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടറാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്? ഈ സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ യൂസ് ചെയ്യുന്നത്. അതായത് എന്തിനാണ് ഈ റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടറിൻ്റെ പ്രത്യേകത എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റേറ്റിംഗ് സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടറിലാണ് സാധാരണ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുള്ളത്? ഈ റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. അതായത് ഹൈ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ ലോ സ്പീഡ്, അതുപോലെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഈസ് അറ്റ് ഹൈ വാല്യൂലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഈ റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. Question number 7, in biogas mixture dash is a main constituent. ഒരു ബയോഗ്യാസ് മിക്സ്ചർ എടുത്തു കഴിഞ്ഞാൽ അതിലെ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻറ്റ് ഏതാണ്? ഓപ്ഷൻ എ മീത്തേൻ, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി ഹൈഡ്രജൻ, ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്, മീത്തേൻ ആണ് നമ്മൾ എന്താണ് മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. അതായത് മീത്തേൻ, പിന്നെ ഒരെണ്ണം വരുന്നത് ഏതാണെന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അപ്പോൾ ഇതൊരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണെന്ന് നമുക്കറിയാമല്ലോ ഈ ബയോഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 75% ആണ് മെയിനായിട്ട് എന്താണ് മീത്തേൻ ആയിട്ട് വരുന്നത്. ബാക്കി കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് സാധാരണ വരുന്നത്, പക്ഷെ മെയിൻ ആയിട്ടുള്ളത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ നന്നായി റീഡ് ചെയ്യണം. കാരണം മെയിൻ ആയിട്ട് അതായത് 75% എന്താണ് മീത്തേൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട് കേട്ടോ മിക്സ്ചറായിട്ട്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് വന്നിട്ട് എത്രയാണ്? 25% വരുന്നുള്ളൂ. അപ്പോൾ മിസ്റ്റേക്ക് വരുത്തരുത്. ഓപ്ഷനിൽ രണ്ടും ഉണ്ട്, അതായത് മീത്തേനും ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ രണ്ടിലേക്കും നമ്മുടെ ഇത് പോകും. പക്ഷേ ഏറ്റവും മെയിൻ കോൺസ്റ്റിറ്റ്യുവൻ്റ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീത്തേൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8, റീജനറേറ്റീവ് ഓർ ഹോപ്പിംഗ്സൺ ടെസ്റ്റ് മേ ബി കണ്ടക്റ്റഡ് ഓൺ DC മെഷീൻ ഓൺ ഡാഷ് ലോഡ്. അതായത് റീജനറേറ്റീവ് ടെസ്റ്റ് നമ്മൾ ഒരു DC മെഷീനിൽ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലേ? അത് ഏത് ടൈമിലാണ് അത് പ്രിഫർ ചെയ്യുന്നത്? നമ്മൾ ഏത് ടെസ്റ്റ്, ആ ടെസ്റ്റ് എപ്പോഴാണ് പ്രിഫർ ചെയ്യുന്നത് ഒരു DC മെഷീനിൽ പറഞ്ഞു കഴിഞ്ഞാൽ? ഓപ്ഷൻ എ നോ ലോഡ്, ഓപ്ഷൻ ബി ഫുൾ ലോഡ്, ഓപ്ഷൻ സി പാർട്ട് ലോഡ്, ഓപ്ഷൻ ഡി ഓവർലോഡ്. അതായത് ഫുൾ ലോഡിലാണ് നമ്മളത് ചെയ്യുന്നത്. അതെന്താണ് ഈ ഹോപ്പിംഗ്സൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? അതായത് റീജനറേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ്? ഇത് ഫുൾ ലോഡ് ടെസ്റ്റാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു DC മെഷീൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ DC മെഷീൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ വേറൊരു പേര് കൂടിയുണ്ട്, എന്താണ്? ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് എന്നും ഇതിന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതാണ് കൂടി പറയുന്നത്, ഇറ്റ്സ് എ ബാക്ക് ടു ബാക്ക്. അതായത് റീജനറേറ്റീവ് ഹോപ്പിംഗ്സൺ ടെസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് ഒക്കെ എന്ത് തന്നെയാണ്? ഈ സെയിം ടെസ്റ്റാണ്. എന്തിനാണ്? DC മെഷീൻ്റെ എഫിഷ്യൻസി, അതായത് ഫുൾ ലോഡ് ടെസ്റ്റാണ് ഇത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ DC മെഷീൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. Question number 9, which of the following DC distribution system is the simplest and the lowest in first host? Option A radial system, option B ring system, option C interconnected system, option D tree system. തന്നിട്ടുള്ള താഴെ തന്നിട്ടുള്ള എന്താണ്? എല്ലാം DC ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് അല്ലേ? ഈ തന്നിട്ടുള്ള DC ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഏറ്റവും സിംപ്ലസ്റ്റും അതുപോലെ ലോവസ്റ്റും ഇൻ ഫസ്റ്റ് ഹോസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ്. അതായത് ഇത് റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്, അതായത് റേഡിയൽ സിസ്റ്റം. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. എന്താണ് ഈ റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ? അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ അതിലേക്ക് ഫെഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു ഇതാണ് എന്ത് ഈ റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പവർ ഫ്ലോ എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിം ഒറ്റ ഡയറക്ഷനിലാണ് നടക്കുന്നത് ഈ പവർ ഫ്ലോ. അതുകൂടാതെ ഇതിൻ്റെ പ്രത്യേകത എന്താണ് പറഞ്ഞാൽ ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് വളരെ കുറവായിരിക്കും. പക്ഷേ എന്താണ് നോട്ട് റിലയബിൾ ആയിരിക്കില്ല ഈ ഒരു റേഡിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേഡിയൽ സിസ്റ്റം പറഞ്ഞാൽ എന്താണ്? ഒരു പവർ ഫ്ലോ എങ്ങനെയായിരിക്കും? നമ്മുടെ ഒരൊറ്റ ഡയറക്ഷൻ, ഇറ്റ്സ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ആണ്. അതുകൂടാതെ എന്താണ്? ലോവസ്റ്റ് ഇനീഷ്യൽ കോസ്റ്റ് കൂടിയായിരിക്കും ഇതിന്. ക്വസ്റ്റ്യൻ നമ്പർ 10, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഡ് ഈസ് കോൾഡ് ദ ആക്ച്വൽ സ്പീഡ് ഇൻ ദ 3-phase ഇൻഡക്ഷൻ മോട്ടർ? 3-phase ഇൻഡക്ഷൻ മോട്ടറിൽ ഏത് സ്പീഡാണ് ആക്ച്വൽ സ്പീഡ് ഓഫ് 3-phase ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ റോട്ടർ സ്പീഡ്, ഓപ്ഷൻ ബി സ്റ്റാറ്റർ സ്പീഡ്, ഓപ്ഷൻ സി സ്പീഡ് ഓഫ് ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, ഓപ്ഷൻ ഡി സ്പീഡ് ഓഫ് ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റോട്ടർ. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്? റോട്ടർ സ്പീഡ്
സ്പീഡാണ് അല്ലേ, ഏതാണ് റോട്ടർ സ്പീഡ്. അപ്പോൾ നമുക്ക് ഇതിൽ ഇതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ അതുപോലെ വർക്കിംഗ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതായത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എവിടേക്കാണ് അത് സപ്ലൈ ചെയ്യുന്നത്. സാധാരണ സ്റ്റാർട്ടർ വൈൻഡിങ്ങിലേക്കാണ് നമ്മൾ 3 ഫേസ് സപ്ലൈ കൊടുക്കുന്നത് അല്ലേ. ആ സമയത്ത് എന്താണ് അവിടെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യും അല്ലേ. അങ്ങനെയുള്ള പ്രോസസ്സൊക്കെയാണ് അതിനകത്ത് എന്ത് നടക്കുന്നത്, ഈ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ ആക്ച്വൽ സ്പീഡ് അല്ലേ, ഏത് സ്പീഡാണ് ഈ സ്കാള് ആക്ച്വൽ സ്പീഡ് ഇൻ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്, റോട്ടർ സ്പീഡ് തന്നെയാണ്. Question number 11. Which one of the following is not a conventional or renewable source of energy? താഴെ തന്നിട്ടുള്ള ഏതാണ് കൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ അല്ലെങ്കിൽ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ നമുക്ക് എനർജീനെ ക്ലാസിഫൈ ചെയ്താൽ തന്നെ നമുക്കറിയാം കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി, അല്ലെങ്കിൽ എന്താണ് റിന്യൂവബിൾ സോഴ്സ്, അതായത് കൺവെൻഷണൽ നോൺ കൺവെൻഷണലും ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കൺവെൻഷണൽ അതായത് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് റിന്യൂവബിൾ എനർജീൻ്റെ കേസാണ് അല്ലേ. അപ്പോൾ ആ ഒരു കേസിൽ എക്സാമ്പിൾ വരുന്നത് സോളാർ, ടൈഡൽ, വിൻഡ്, ജിയോ തെർമൽ ഒക്കെ എന്തിന് എക്സാമ്പിളാണ്, റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിക്ക് എക്സാമ്പിളാണ്. പക്ഷേ നമ്മളത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഇസ് നോട്ട് എ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയാണ്, അതായത് ന്യൂക്ലിയർ എനർജിയാണ് എന്താണ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12. ഡ്യൂറിങ് റിയോസ്റ്റാറ്റ് ബ്രേക്കിംഗ് ഓഫ് DC സീരീസ് മോട്ടർ, അതായത് DC സീരീസ് മോട്ടറിൻ്റെ റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ് സമയത്ത് എന്താണ് സംഭവിക്കുന്നത്. ഓപ്ഷൻ എ മോട്ടർ ഈസ് റിവേഴ്സ്ഡ് ഇൻ ഡയറക്ഷൻ, ഓപ്ഷൻ ബി മോട്ടർ ഈസ് റൺ ആസ് എ ജനറേറ്റർ, ഓപ്ഷൻ സി മോട്ടർ ഈസ് റൺ അറ്റ് ഹൈ സ്പീഡ്, ഓപ്ഷൻ ഡി മോട്ടർ ഈസ് റൺ അറ്റ് റെഡ്യൂസ്ഡ് സ്പീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മോട്ടർ എടുക്കുമ്പോൾ നമുക്കൊരു മോട്ടർ എടുക്കുകയാണെങ്കിൽ DC മോട്ടറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രേക്കിംഗ് ആണ് എന്താ, ഡൈനാമിക് ബ്രേക്കിംഗ്, പ്ലഗിങ്, അതുപോലെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എല്ലാം. അപ്പോൾ ഈ ഡൈനാമിക് ബ്രേക്കിംഗ് എന്ന് പറയുന്നതിന് വേറൊരു പേര് കൂടി അറിഞ്ഞിരിക്കുക, അതെന്താണ് റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ് ആണ്. അപ്പോൾ എന്താണ് ഇതിൽ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ഈ മോട്ടർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ജനറേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? എന്താണ് നമ്മൾ മോട്ടറിലേക്ക് എന്ത് ചെയ്യും, ഡിസ്കണക്ട് ചെയ്യും, സപ്ലൈ ചെയ്യുന്ന മോട്ടർ ഡിസ്കണക്ട് ചെയ്യും, എന്നിട്ട് എന്താണ് ഒരു ബ്രേക്കിംഗ് റെസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനകത്ത് കണക്ട് ചെയ്യുകയാണ് ഈ ആർമേച്ചറിലേക്ക്. അപ്പോൾ ആ മോട്ടർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്, മോട്ടർ ഈസ് റൺ ആസ് എ ജനറേറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Question number 13. ACSR conductor could be joined by using ACSR conductor യൂസ് ചെയ്തിട്ട് എന്താണ് ജോയിൻ ചെയ്യുന്നത്. ഓപ്ഷൻ എ ഓവൽ ഷേപ്പ് സ്ലീവ്സ്, ഓപ്ഷൻ ബി സ്ട്രൈറ്റ് സ്ലീവ് അറ്റ് നട്ട് കണക്ടർ, ഓപ്ഷൻ സി കംപ്രഷൻ സ്ലീവ്സ്, ഓപ്ഷൻ ഡി യൂണിവേഴ്സൽ PG ക്ലാമ്പ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്, അതായത് കംപ്രഷൻ സ്ലീവ്സ് ആണ്. അപ്പോൾ ACSR കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ACSR പറഞ്ഞാൽ എന്താണ്, അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റെനിഫോഴ്സ്ഡ് കേബിൾ ആണ് അല്ലേ. എന്താണ് അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റെനിഫോഴ്സ്ഡ്, അങ്ങനെയും ചോദിക്കാറുണ്ടോ കണ്ടക്ടർ. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏതാണ്, കംപ്രഷൻ സ്ലീവ്സ് വെച്ചിട്ടാണ് നമ്മളത് ജോയിൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഹൗ ഈസ് ദ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ കണക്റ്റഡ് ടു ദ മെയിൻ. എങ്ങനെയാണ് ഒരു സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ ഒരു മെയിനിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ എ സപ്ലൈ ടു സ്റ്റാർട്ടർ വൈൻഡിംഗ്, റോട്ടർ വൈൻഡിംഗ് ഷോർട്ടഡ് ത്രൂ റെസിസ്റ്റൻസ്, ഓപ്ഷൻ ബി സപ്ലൈ ടു റോട്ടർ വൈൻഡിംഗ്, സ്റ്റാർട്ടർ വൈൻഡിംഗ് ഷോർട്ടഡ്, ഓപ്ഷൻ സി റേറ്റഡ് വോൾട്ടേജ് ടു സ്റ്റാർട്ടർ വൈൻഡിംഗ്, റെഡ്യൂസ് വോൾട്ടേജ് ടു റോട്ടർ, ഓപ്ഷൻ ഡി സപ്ലൈ ടു ബോത്ത് വൈൻഡിംഗ് വൈൽ സ്റ്റാർട്ടിംഗ് റൊട്ടേറ്റിംഗ് വൈൻഡിംഗ് ഡിസ്കണക്റ്റഡ് ആഫ്റ്റർ സ്റ്റാർട്ടിംഗ്. അപ്പോൾ എങ്ങനെയാണ് അത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത്, സപ്ലൈ ടു സ്റ്റാർട്ടർ വൈൻഡിംഗ്, റോട്ടർ വൈൻഡിംഗ് ഷോർട്ടഡ് ത്രൂ റെസിസ്റ്റൻസ് ആണ് എന്ന് പറയുന്നത് ഇത്. അപ്പോൾ സ്ലിപ്പ് റിംഗ് എന്താണ്, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ എന്താണെങ്കിൽ അസിൻക്രോണസ് മോട്ടറാണ്, അതായത് എപ്പോഴും എന്താണ് സിൻക്രോണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു കേസിൽ എങ്ങനെയാണ് വരുന്നത്, ഈ സപ്ലൈ സ്റ്റാർട്ടർ വൈൻഡിലേക്ക് കൊടുക്കും, റോട്ടർ വൈൻഡിംഗ് എന്ത് ചെയ്യും, ആ റെസിസ്റ്റൻസിൽ ഷോർട്ട് ചെയ്യുന്നുള്ളതാണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. Question number 15. Which one is used to generate power in geothermal station? Geothermal station ഏത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ഹീറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, ഓപ്ഷൻ ബി ഹീറ്റ് ഇൻസൈഡ് ദ എർത്ത്, ഓപ്ഷൻ സി ഹീറ്റ് ഇൻ ദ അയണോസ്ഫിയർ, ഓപ്ഷൻ ഡി ഹീറ്റ് ഓഫ് ദി സൺ. ഏതാണ്? ഓപ്ഷൻ ബി ഹീറ്റ് ഇൻസൈഡ് ദി എർത്ത് ആണ്. അപ്പോൾ ജിയോതെർമൽ എനർജി എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, നമുക്ക് എർത്ത് തന്നെയാണ് അല്ലേ. അതായത് ഹോട്ട് റോക്ക് നമ്മുടെ എർത്തിൻ്റെ ഉള്ളിൽ ഇൻസൈഡിൽ എന്തുണ്ട്, ഹോട്ട് റോക്ക് എന്നാണ് നമ്മളിത് എടുക്കുന്നത്. അതായത് ഇത് റിന്യൂവബിൾ ആണ് അല്ലേ. നമ്മുടെ ജിയോതെർമൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരു റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. അപ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ട് റോക്ക് നമ്മുടെ എർത്തിലുള്ള ഹോട്ട് റോക്കിനെ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും, എന്നിട്ട് എന്താണ് സ്റ്റീമിലേക്ക് വാട്ടർ ഇൻ ടു സ്റ്റീം ആൻഡ് ഹോട്ട് സ്റ്റീമിൻ്റെ പൈപ്പ് ഔട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് എന്താണ് അത് ടർബൈൻ വഴി കണക്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിട്ട് അത് ജനറേറ്റർ വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ എന്താണ് ജിയോ തെർമൽ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. ദ നോ വോൾട്ട് കോയിൽ ഈസ് യൂസ്ഡ് ആസ് എ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ഇൻ എ മോട്ടോർ സ്റ്റാർട്ടർ. വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ. നമ്മൾ മോട്ടറിൻ്റെ സ്റ്റാർട്ടർ, അതായത് DC മോട്ടറിൻ്റെ സ്റ്റാർട്ടറിലൊക്കെ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്,
കണ്ടിട്ടുണ്ട്, ഈ നോ വോൾട്ട് കോയിൽ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ, NBC, അതായത് നോ വോൾട്ട് റിലീസ് കോയിലാണ് യൂസ് ചെയ്യുന്നത്. അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണ്, DC മോട്ടറിൻ്റെ സ്റ്റാർട്ടറാണ്. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്നാണ്. ഓപ്ഷൻ എ, പ്രിവെൻറ്റ് ഓപ്പറേറ്റിംഗ് ദ സപ്ലൈ സർക്യൂട്ട് when fluctuations occur in the power system. Option B, open the supply circuit on failure or reduction of voltage and automatically reclose it on return on normal voltage. Option C, open supply circuit upon failure or reduction of voltage and keep open until manually closed. Option D, control motor voltage and keep it as a safe value. Correct answer എന്താണ്, ഓപ്ഷൻ സി ആണ്. അതായത് ഓപ്പൺ സപ്ലൈ സർക്യൂട്ട് upon failure or reduction of voltage and keep upon until manually closed ആണ് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. Question number 17. Non-conductor of an overhead line, including service line erected across a street, shall at any part there or be at a height less than dash meter from the high voltage line. Option A 5.486, option B 6.096, option C 5.791, option D 5.75. അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അതായത് 6.096. അതായത് നമ്മുടെ ഓവർഹെഡ് ലൈൻസിലെ നമ്മൾ പോകുന്നത് അത് ഹൈ വോൾട്ടേജ് ലൈനിൽ എത്ര അല്ല, ഹൈറ്റ് ലെസ് ദാൻ ഡാഷ് മീറ്റർ ഓഫ് ഹൈ വോൾട്ടേജ് ലൈൻസ് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് സ്ട്രീറ്റിൻ്റെ കേസിൽ. അതായത് ഇത് സെക്ഷൻ 77 ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ അനുസരിച്ചിട്ട് ഓരോ റേഞ്ചുകളാണ് നമുക്കിതിൽ തരുന്നത്. അതായത് 9056 റൂൾ 9056 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്രയാണ് ഇതിൻ്റെ ഹൈറ്റ് പറയുന്നത്. 6.096 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. Question number 18. In a manual star delta starter, the stop button connection is in series with the, അതായത് ഒരു മാനുവൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിലാണെങ്കിൽ അതിൽ സ്റ്റോപ്പ് ബട്ടൺ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ഇതിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഓവർ ലോഡ് റിലേ കോൺടാക്ട്സ്, ഓപ്ഷൻ ബി നോ വോൾട്ട് കോയിൽ, ഓപ്ഷൻ സി നോ വോൾട്ട് കോയിൽ ആൻഡ് ലോഡ് റിലേ കോൺടാക്ട്, ഓപ്ഷൻ ഡി നോ വോൾട്ട് കോയിൽ ആൻഡ് എ സ്റ്റാർട്ട് ബട്ടൺ. ഇതിലേക്കാണ് കണക്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ലോഡ് റിലേ കോൺടാക്ട്സിലേക്കാണ് നമ്മളത് കണക്ട് ചെയ്യുന്നത്. Question number 19. Equipment used for pulverizing the coal is known as, അതായത് പൾവറൈസിങ് പറഞ്ഞാൽ എന്താണ്, പൾവറൈസിങ് കോൾ പറഞ്ഞാൽ എന്താണ്, കോളിനെ ബ്രോക്ക് ചെയ്യുക, ചെറിയ ചെറിയ പാർട്ടിക്കിളാക്കി മാറ്റുക അല്ലേ. അപ്പോൾ എന്ത് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കോൾ പൾവറൈസിങ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹോപ്പർ, ഓപ്ഷൻ ബി ബർണർ, ഓപ്ഷൻ സി ബാൾ മിൽ, ഓപ്ഷൻ ഡി സ്ട്രോക്കർ. ഏതാണ്, ബാൾ മിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോളിനെ പൾവറൈസിങ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 20. ഡാഷ് ഇസ് എ ഫോർമുല ഫോർ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. എന്താണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഫോർമുല ഏതാണെന്നാണ് താഴെ തന്നിട്ടുള്ളത്. ഓപ്ഷൻ എ BL സൈൻ തീറ്റ വോൾട്ട്, ഓപ്ഷൻ ബി BLV കോസ് തീറ്റ വോൾട്ട്, ഓപ്ഷൻ സി BLV സൈൻ തീറ്റ വോൾട്ട്, ഓപ്ഷൻ ഡി BLV വോൾട്ട്. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്, BLV സൈൻ തീറ്റ വോൾട്ട് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇൻഡ്യൂസ്ഡ് EMF അറിയണ്ടേ. അപ്പോൾ എന്താണ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ എന്താണ്, മോഷൻ ഇൻഡ്യൂസ്ഡ് EMF ബൈ മോഷൻ റിലേറ്റീവ് ടു എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കാൾഡ് EMF ഇൻഡ്യൂസ്ഡ് ബൈ മോഷൻ അല്ലേ. EMF ഇൻഡ്യൂസ്ഡ് ബൈ മോഷൻ റിലേറ്റീവ് ടു എ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അതിൽ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, അതുപോലെ എന്താണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ള എന്താണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. അതായത് ഇൻഡ്യൂസ്ഡ് EMF ഈസ് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആസ് വെൽ ആസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അതായത് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അതായത് BLV സൈൻ തീറ്റ വോൾട്ടാണ് ഇവിടുത്തെ കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. Question number 21. The depth of pole below the ground level on a normal soil should be. അതായത് നമ്മുടെ ഡെപ്ത് നമ്മൾ ചെയ്യുന്നത്, അതായത് ഡെപ്ത് ബിലോ ദ ഗ്രൗണ്ട് ലെവൽ ഓഫ് എ നോർമൽ സോയിൽ എത്രയായിരിക്കണം. ഓപ്ഷൻ എ 1/4 ഓഫ് ദ ഹയസ്റ്റ് ഓഫ് ദി പോൾ, ഓപ്ഷൻ ബി 1/15 ഓഫ് ദി ഹയസ്റ്റ് ഓഫ് ദ പോൾ, ഓപ്ഷൻ സി 1/6 ഓഫ് ദി ഹൈറ്റ് ഓഫ് ദി പോൾ, ഓപ്ഷൻ ഡി 1/8 ഓഫ് ദ ഹൈറ്റ് ഓഫ് ദി പോൾ. സാധാരണ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡെപ്ത് മോസ്റ്റ്, അതായത് ഡെപ്ത് ഫോർ മോസ്റ്റ് ഹെവി പോൾ എപ്പോഴും അറ്റ്ലീസ്റ്റ് എന്താണ് 2 ഫീറ്റ് ആയിരിക്കണം. എത്രയായിരിക്കണം, 2 ഫീറ്റ് ആയിരിക്കണം. പക്ഷേ വേറൊരു റൂൾ ഉണ്ട് ഇതിന്, അതായത് തമ്പ്, അനദർ റൂൾ ഓഫ് തമ്പ് ഈസ് ദാറ്റ് ഹോൾ ഡെപ്ത് എപ്പോഴും എന്തായിരിക്കണം 1/6 ഓഫ് ദി ലെങ്ത് ഓഫ് ദി പോൾ ആൻഡ് ബിലോ ദ ഫോഴ്സ് ലൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 22. When the 3-phase squirrel gauge induction motor is started by star delta starter, the starting current is reduced to, അതായത് 3-phase squirrel gauge induction motor നമ്മൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് എത്രയായിട്ട് റെഡ്യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ √3 ടൈംസ്, ഓപ്ഷൻ ബി 1/√3 ടൈംസ്, ഓപ്ഷൻ സി 3 ടൈംസ്, ഓപ്ഷൻ ഡി 1/3 ടൈംസ്. അതായത് 1/3 ടൈംസ് ആണ്. അപ്പോൾ ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിനെ 3-phase ഇൻഡക്ഷൻ മോട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റാർട്ടിംഗ് കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് കറണ്ട് എത്ര റെഡ്യൂസ് ചെയ്യും, 1/3 അപ്രോക്സിമേറ്റ്ലി എത്രയാണ് 1/3 ടൈംസ് ഓഫ് ദി കംപ്ലീറ്റ് ഒറിജിനലിൽ നിന്ന് 1/3 ടൈംസ് എന്ത് ചെയ്യും, അത് റെഡ്യൂസ് ചെയ്തിരിക്കും.
Question number 23. Which of the following is a conventional source of energy? Again, നമുക്ക് എന്താണ് കൺവെൻഷണൽ നോൺ കൺവെൻഷണൽ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഏതാണ് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്നാണ്. ഓപ്ഷൻ എ കോൾ, ഓപ്ഷൻ ബി സോളാർ, ഓപ്ഷൻ സി വിൻഡ്, ഓപ്ഷൻ ഡി സ്മാൾ ഹൈഡ്രോ. ഏതാണ്? കോൾ ആണ് എന്താണ് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് വരുന്നത്. Question number 24. The terminal marking of a separately excited DC generator as per Indian standard is, അതായത് as per Indian IS അനുസരിച്ചിട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഒരു നമ്മുടെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്ററിൻ്റെ ടെർമിനൽസ് മാർക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ എ A1 A2 E1 E2, ഓപ്ഷൻ ബി A1 A2 F1 F2, ഓപ്ഷൻ സി SH1 SH2 A1 A2, ഓപ്ഷൻ ഡി D1 D2 A1 A2. അപ്പോൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്ന? ഓപ്ഷൻ എ, അതായത് A1 A2 E1 E2ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്ററിൻ്റെ ടെർമിനൽസ് മാർക്ക് ചെയ്യുന്നത്. Question number 25. Dash is the factor which least affect the sag of a transmission line. നമുക്കറിയാം ട്രാൻസ്മിഷൻ ലൈനിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? സാഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. ഏത് ഫാക്ടറാണ് ലീസ്റ്റ് എഫക്റ്റ് ഓഫ് സാഗ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ താഴെ തന്നിട്ടുള്ളതിൽ? ഓപ്ഷൻ എ വെയിറ്റ് ഓഫ് ദ കണ്ടക്ടർ, ഓപ്ഷൻ ബി കറന്റ് ത്രൂ ദ കണ്ടക്ടർ, ഓപ്ഷൻ സി അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, ഓപ്ഷൻ ഡി ഐസ് ഡെപ്പോസിഷൻ ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്? കറന്റ് ത്രൂ ദ കണ്ടക്ടർ ആണ് എന്താണ് ഫാക്ടർ വിച്ച് ലീസ്റ്റ് എഫക്റ്റ് ഓഫ് ദ സാഗ് ഓൺ ദ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 26. വാട്ട് ഈസ് ദ പർപ്പസ് ടു കണ്ടക്ട് ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ് ഇൻ എ 3-phase ഇൻഡക്ഷൻ മോട്ടർ? എന്താണ് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൽ 3-phase ഇൻഡക്ഷൻ മോട്ടറിൽ കണ്ടക്ട് ചെയ്യുന്ന ബ്ലോക്ക് റോട്ടർ ടെസ്റ്റിൻ്റെ പർപ്പസ് എന്താണ്? ഓപ്ഷൻ എ ടു ഡിറ്റർമൈൻ ദ ഫുൾ ലോഡ് കോപ്പർ ലോസസ്, ഓപ്ഷൻ ബി ടു ഡിറ്റർമൈൻ ദ മെക്കാനിക്കൽ ആൻഡ് അയൺ ലോസസ്, ഓപ്ഷൻ സി ടു ഡിറ്റർമൈൻ ദ ടോട്ടൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദി റോട്ടർ വൈൻഡിങ്, ഓപ്ഷൻ ഡി ടു ഡിറ്റർമൈൻ ദ ടോർക്ക് ഓഫ് ദി ഇൻഡക്ഷൻ മോട്ടർ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്, ടു ഡിറ്റർമൈൻ ദ ഫുൾ ലോഡ് കോപ്പർ ലോസ്. അപ്പോൾ ഈ ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇൻഡക്ഷൻ മോട്ടറിൽ എന്തിനാണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലീക്കേജ് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ലീക്കേജ് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ. അതുകൂടാതെ എന്താണ് മോട്ടറിൻ്റെ ടോർക്ക്, അതുപോലെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, അങ്ങനെ അതുപോലെ നോർമൽ വോൾട്ടേജ് ഒക്കെ നമുക്ക് ഫൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഈ ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Question number 27. A solar module is made up of a large number of option A solar array, option B solar cell, option C solar panel, option D PV system. അപ്പോൾ ഒരു സോളാർ മൊഡ്യൂൾ എങ്ങനെയാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്? നമുക്ക് അറിയാവുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. എന്താണ്? കുറേ സോളാർ സെൽസ് കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സോളാർ മൊഡ്യൂൾ ഉണ്ടാകുന്നത് അല്ലേ. ഏകദേശം ഈ സോളാർ സെൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ടിപ്പിക്കലി ഒരു മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ അതിൽ മാക്സിമം 36 സെൽസ് ഉണ്ടാവാറുണ്ട്. അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. നിയർലി 12 വോൾട്ട് ഉണ്ടാക്കണം. ഒരു 12 വോൾട്ട് ബാറ്ററിയിൽ എടുക്കുകയാണെങ്കിൽ അതെന്താണ് ടിപ്പിക്കലി ആ മൊഡ്യൂളിൽ എത്ര സെൽസ് ഉണ്ടാവും? 36 സെൽസ് ഉണ്ടാവും. അത് കണക്ട് ചെയ്തിട്ടുള്ളത് ഏത് രീതിയിലായിരിക്കും? സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ കറക്റ്റ് ആൻസർ ബി, ഓപ്ഷൻ ബി സോളാർ സെൽസ് ആണ്. Question number 28. Which liquid do you use for cleaning the commutator of a DC generator? അതായത് DC ജനറേറ്ററിൻ്റെ കമ്മ്യൂട്ടേറ്റർ ക്ലീൻ ചെയ്യാൻ ഏത് ലിക്വിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ കാർബൺ ടെട്രാക്ലോറൈഡ്, ഓപ്ഷൻ ബി കെറോസിൻ, ഓപ്ഷൻ സി അയോഡിൻ, ഓപ്ഷൻ ഡി പെട്രോൾ മിക്സ്ഡ് വിത്ത് ഓയിൽ. ഏത് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കാർബൺ ടെട്രാക്ലോറൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെന്താണെന്ന് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർഗാനിക് മെറ്റീരിയൽസിൽ ഡിസോൾവ് ചെയ്യും. അതായത് ഓയിൽ, ഫാറ്റ് ആൻഡ് ഗ്രീസ് അങ്ങനെയുള്ള മെറ്റീരിയലിലൊക്കെ അത് എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ കാർബൺ ടെട്രാക്ലോറൈഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Question number 29. The depth of laying underground cable from the ground surface of 11 kV HT cable is. എത്രയാണ് ഡെപ്ത്? അതായത് ഡെപ്ത് ഓഫ് ലേയിങ് അണ്ടർഗ്രൗണ്ട് കേബിൾ ഫ്രം ദ ഗ്രൗണ്ട് സർഫസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 0.7 മീറ്റർ, ഓപ്ഷൻ ബി 0.9 മീറ്റർ, ഓപ്ഷൻ സി 1.1 മീറ്റർ, ഓപ്ഷൻ ഡി 0.1 മീറ്റർ. കറക്റ്റ് ആൻസർ 0.9 മീറ്റർ ആണ് നമുക്ക് വരുന്നത്. അതായത് ഒരു ഡെപ്ത് ഓഫ് കേബിൾ എങ്ങനെയാണ് എപ്പോഴും എന്താണ് വേരി ചെയ്തിരിക്കും. അതിനനുസരിച്ചിട്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വോൾട്ടേജ് കപ്പാസിറ്റി, ആ കേബിളിൻ്റെ വോൾട്ടേജ് കപ്പാസിറ്റി അനുസരിച്ച് അത് വേരി ചെയ്യും. ഇപ്പോൾ നോർമലി ഒരു 0.9 മീറ്ററാണ് ഏകദേശം എന്താണ് 3.3 kV അല്ലെങ്കിൽ 11 kV കേബിൾസിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതേപോലെ ലോ വോൾട്ടേജ് ഡെപ്ത് ആണെങ്കിൽ നിയർലി എത്രയായിരിക്കും? 0.75 മീറ്റർ ആയിരിക്കും. ഓക്കെ. Question number 30. If two phases of a supply are interchanges, what will happen to a 3 phases of induction motor? അതായത് നമ്മുടെ 3-phase ഇൻഡക്ഷൻ മോട്ടറിൽ 2 phases of supply നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഓപ്ഷൻ എ ദ മോട്ടർ റൊട്ടേറ്റ് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ, ഓപ്ഷൻ ബി ദ മോട്ടർ വൈൻഡിങ് വിൽ ബേൺ, ഓപ്ഷൻ സി ദ മോട്ടർ വിൽ റൺ സ്ലോലി, ഓപ്ഷൻ ഡി ദ മോട്ടർ വിൽ നോട്ട് റൺ. അതെന്താ ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതായത് മോട്ടർ റൊട്ടേറ്റ് ഇൻ റിവേഴ്സ് ഡയറക്ഷനിൽ അതെന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇഫ് എനി 2 phases of a ഇൻഡക്ഷൻ മോട്ടർ ആർ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ് ടോർക്ക് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ആവും ഒറിജിനൽ ഡയറക്ഷന്. അപ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ റൊട്ടേഷൻ, ഡയറക്ഷൻ ഓഫ് റൊട്ടേറ്റിംഗ് ഫീൽഡ് എന്ത് ചെയ്യുകയാണ്? ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ മോട്ടർ എങ്ങനെയാണ് റൺ ചെയ്യുന്നത്? റിവേഴ്സ് ഡയറക്ഷനിലാണ് റൺ ചെയ്യാറുള്ളത്.
Question number 31. Which force is required to move the pointer from zero position in an indicate instrument? നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുമ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോർക്ക് അല്ലെങ്കിൽ ഫോഴ്സസ് പഠിച്ചിട്ടുണ്ട് അല്ലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ ഏത് ഫോഴ്സ് ആണ് നമുക്ക് യൂസ് ചെയ്തിട്ടാണ് പോയിന്റിനെ സീറോ പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ എ കൺട്രോളിംഗ് ഫോഴ്സ്, ഓപ്ഷൻ ബി ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്, ഓപ്ഷൻ സി എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഓപ്ഷൻ ഡി എഡി കറന്റ് ഡാമ്പിംഗ്. ഏതാണ്? ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പോയിന്ററിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫോഴ്സ് റിക്വയർ ഫോർ മൂവിങ് ദ പോയിന്റ് ഞാൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ആണ് അല്ലേ. അതായത് സീറോ പൊസിഷനിൽ അത് മൂവ് ചെയ്യണം, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്താ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 32. വിച്ച് സോഴ്സസ് ഓഫ് മെഷറിംഗ് എറർ ഈസ് കാൽക്കുലേറ്റ് ബൈ ദ എഫക്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? ഓപ്ഷൻ എ ഡിവൈസ് എറർ, ഓപ്ഷൻ ബി ഹ്യൂമൻ എറർ, ഓപ്ഷൻ സി ഇൻഫ്ലുവൻസ് എറർ, ഓപ്ഷൻ ഡി സ്വിച്ചിങ് എറർ. ഏത് എററാണ്? എന്താണ് മെഷറിംഗ് എറർ? എന്താണ് മാഗ്നറ്റിക് ഫീൽഡിൽ? വിച്ച് സോഴ്സ് ഓഫ് മെഷറിംഗ് എറർ ഈസ് കോസ്ഡ് ബൈ ദ എഫക്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഉണ്ടാവുന്ന എറർ ഏതാണ്? നമ്മുടെ ഇൻഫ്ലുവൻസ് എററാണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 33. Which type of instrument is used with an air friction damping? Air friction dampingil ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത്? ഓപ്ഷൻ എ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്, ഓപ്ഷൻ ബി മൂവിംഗ് അയോൺ ഇൻസ്ട്രുമെൻറ്റ്, ഓപ്ഷൻ സി ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്, ഓപ്ഷൻ ഡി ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്. ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്? മൂവിംഗ് അയോൺ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ്? മൂവിംഗ് അയോൺ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. Question number 34. By damping force, അതായത് by damping force is required in a moving coil instrument. എന്തിനാണ് ഈ ഡാമ്പിംഗ് ഫോഴ്സ് ഒരു മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൽ ആവശ്യമുള്ളത്? ഓപ്ഷൻ എ മേക്കിംഗ് ദ നീഡിൽ മൂവ്മെൻറ്റ് ഫാസ്റ്റർ, ഓപ്ഷൻ ബി ഹെൽപ്സ് ദ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ടു ആക്ട് ഫാസ്റ്റ്, ഓപ്ഷൻ സി ബ്രിങ് ദ നീഡിൽ ടു ഇറ്റ്സ് സീറോ പൊസിഷൻ, ഓപ്ഷൻ ഡി അറസ്റ്റേഴ്സ് ദ നീഡിൽ ടു എ സീറോ പൊസിഷൻ. അപ്പോൾ എന്തിനാണ് ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാമ്പിംഗ് ടോർക്ക് എന്താണ്? ഈസ് നെസസറി ടു ബ്രിങ് ദ മൂവിംഗ് സിസ്റ്റം ടു റെസ്റ്റ് ടു ഇൻഡിക്കേറ്റ് സ്റ്റഡി റിഫ്ലക്ഷൻ ഇൻ ദ റീസണബിൾ ഷോർട്ട് ടൈമിൽ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഈ ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? അറസ്റ്റ് ദ നീഡിൽ ടു ഇറ്റ് സീറോ പൊസിഷന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 35. What is the typical efficiency range of a transformer? ഒരു ട്രാൻസ്ഫോമറിൻ്റെ ടിപ്പിക്കൽ എഫിഷ്യൻസി റേഞ്ച് എത്രയായിരിക്കും? ഇതിൽ നിന്ന് നമുക്കറിയാം ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഹൈ എഫിഷ്യൻസിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ എബോവ് 90 ആ ഒരു റേഞ്ച് തന്നെയാണ് എപ്പോഴും വരിക. ഓപ്ഷൻ എ 85 to 90%, ഓപ്ഷൻ ബി 80 to 85%, ഓപ്ഷൻ സി 90 to 99%, ഓപ്ഷൻ ഡി 90 to 95%. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ, അതായത് 92 to 99% ആണ്. അപ്പോൾ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഏജിങ്ങിനെ അത് ഡയറക്റ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. അതായത് നിയർലി 95 to 99% തന്നെയാണ് നമ്മുടെ എന്ത് ടിപ്പിക്കൽ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 36. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി കറണ്ട് ഓഫ് എ ട്രാൻസ്ഫോമർ? അതായത് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി, അതായത് എന്ത് റിലേഷനാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി കറണ്ട് ഓഫ് എ ട്രാൻസ്ഫോമർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കമ്പാരിസൺ ഓഫ് പ്രൈമറി വോൾട്ടേജ് ആൻഡ് സെക്കൻഡറി വോൾട്ടേജ്, ഓപ്ഷൻ ബി കമ്പാരിസൺ ഓഫ് ദി പ്രൈമറി ആൻഡ് സെക്കൻഡറി ആംബിയർ ടേൺസ്, ഓപ്ഷൻ സി കമ്പാരിസൺ ഓഫ് ദി പ്രൈമറി സപ്ലൈ ഫ്രീക്വൻസി ആൻഡ് സെക്കൻഡറി സപ്ലൈ ഫ്രീക്വൻസി, ഓപ്ഷൻ ഡി കമ്പാരിസൺ ഓഫ് ഇൻപുട്ട് പവർ ആൻഡ് ഔട്ട്പുട്ട് പവർ. അപ്പോൾ കറക്റ്റായിട്ട് വരുന്നത് ഏതാണ്? കമ്പാരിസൺ ഓഫ് ദി പ്രൈമറി ആൻഡ് സെക്കൻഡറി ആംബിയർ ടേൺസ്. അതായത് കറണ്ട് ഇൻ ദ പ്രൈമറി ഈസ് ഈക്വൽ ടു ദ സെക്കൻഡറി കറണ്ട് ഡിവൈഡഡ് ബൈ ദ ടേൺ റേഷ്യോ ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് അതിനെ കമ്പയർ ചെയ്യുക? പ്രൈമറി ആൻഡ് സെക്കൻഡറി ആംബിയർ ടേൺസ് കറണ്ടിനെ തന്നെയാണ് നമ്മൾ എന്താണ് കമ്പാരിസൺ ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 37. What is the secondary induced EMF in a transformer? അതായത് സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് EMF in a transformer എന്താണെന്നാണ്. ഓപ്ഷൻ എ EP equal to 4.44 into F into NS into 5M volts. ഓപ്ഷൻ ബി ES is equal to 4.44 into F into NS into 5M volts. ഓപ്ഷൻ സി ES is equal to 4.44 into F into NP into 5M volt. ഓപ്ഷൻ ഡി EP equal to 4.44 into F into NP into 5M volts. അപ്പോൾ എന്താണ് ഒരു ഇൻഡ്യൂസ്ഡ് EMF ട്രാൻസ്ഫോമർ സെക്കൻഡറി സൈഡിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അതായത് ES is equal to എന്താണ്? 4.44 into F into NS into 5M ആയിരിക്കും വരുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 38. വാട്ട് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ? ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് അല്ലേ? ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താ തന്നെയാണ് അതിൻ്റെ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി കോയിൽ എന്താണ് ഒരു സിംഗിൾ ടേണിലായിരിക്കും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അതായത് അതിൻ്റെ സിംഗിൾ വൈൻഡിങ് വിത്ത് 2 end ടെർമിനൽസ് ആയിരിക്കും എന്തിൻ്റെ കേസിൽ ഈ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണെന്നാണ്. ഓപ്ഷൻ എ മ്യൂച്വൽ ഇൻഡക്ഷൻ, ഓപ്ഷൻ ബി ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്, ഓപ്ഷൻ സി ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഓപ്ഷൻ ഡി സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി സെൽഫ് ഇൻഡക്ഷൻ ആണ് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്.
Question number 39. Which condition is corrected for parallel operation of transformer? താഴെ തന്നിട്ടുള്ള ഏത് കണ്ടീഷനാണ് പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമറിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ദ സെയിം വോൾട്ടേജ് റേഷ്യോ, ഓപ്ഷൻ ബി ഇൻപുട്ട് വോൾട്ടേജ് മസ്റ്റ് ബി സെയിം, ഓപ്ഷൻ സി ദ സെയിം പെർസെൻറ്റേജ് ഇമ്പിഡൻസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ. അപ്പോൾ ഏതാണ് വരുന്നത്? ഏത് കണ്ടീഷനാണ് എന്താണ് പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമറിന് കറക്റ്റായിട്ട് വരുന്നത് ഏതായിരിക്കും? അതായത് ഓൾ ഓഫ് ദി എബോ, സെയിം, അതായത് സെയിം വോൾട്ടേജ് റേഷ്യോ ആണ് അതിന്. പിന്നെ എന്താണുള്ളത്? ഇൻപുട്ട് വോൾട്ടേജ് സെയിം ആയിരിക്കണം, അതുപോലെ സെയിം പെർസെൻറ്റേജ് ഇമ്പിഡൻസ് ആയിരിക്കണം അതിനകത്ത് വരേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 40. വിച്ച് മെത്തേഡ് ഓഫ് കൂളിംഗ് ഈസ് ജനറലി അഡോപ്റ്റഡ് ഫോർ ലോ കപ്പാസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ അപ് ടു 100 kVA? Option A air blast method, option B natural air method, option C oil blast method, option D forced oil and water cooled method. സാധാരണ ട്രാൻസ്ഫോമർ കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഹീറ്റിനെ ഡിസിപ്പേഷൻ ചെയ്യുക അല്ലേ? അതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ഹീറ്റിനെ ഡിസിപ്പേഷൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? ട്രാൻസ്ഫോമർ കൂളിംഗ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ എന്താണ്? എയർ യൂസ് ചെയ്യാറുണ്ട്, ഓയിൽ യൂസ് ചെയ്യാറുണ്ട്, ഓയിൽ ആൻഡ് വാട്ടർ യൂസ് ചെയ്യാറുണ്ട്, എല്ലാ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ജനറലി അഡോപ്റ്റ് ചെയ്യുന്നത്, അതായത് ലോ കപ്പാസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ അപ് ടു 100 kVA നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? നാച്ചുറൽ എയർ മെത്തേഡ് കൂളിംഗ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Question number 41. What is the unit of luminous intensity? Luminous intensity യൂണിറ്റ് എന്താണ്? ഓപ്ഷൻ എ ലൂമിനസ് ഫ്ലക്സ്, ഓപ്ഷൻ ബി കാൻഡില, ഓപ്ഷൻ സി ലൂമൻ, ഓപ്ഷൻ ഡി ലക്സ്. അപ്പോൾ ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് എ ലൂമിനസ് ഫ്ലക്സ് എമിറ്റഡ് ബൈ ദ സോഴ്സ് ബൈ യൂണിറ്റ് സോളിഡ് ആംഗിളാണ് എൻ്റെ ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കാൻഡിലയാണ് യൂണിറ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നോക്കി വെക്കണം കേട്ടോ, ഓരോ യൂണിറ്റ്സുകളും നമ്മൾ പഠിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 42. വാട്ട് ഈസ് ദ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ലാമ്പ്? ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ലാമ്പിൻ്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എത്രയാണ്? ഓപ്ഷൻ എ 2300 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 2000 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 2700 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ഡി 2500 ഡിഗ്രി സെൽഷ്യസ്. ഏതാണ്? 2300 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതായത് നമുക്കറിയാം, ഒരു ഇൻകാൻഡിസൺ ലാമ്പ് എടുക്കുകയാണെങ്കിലും അതിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്, അതായത് ടങ്സ്റ്റൺ യൂസ് ചെയ്യും, ടെൻതാലം യൂസ് ചെയ്യും, അതുപോലെ കാർബൺ, ഓസ്മിയം, അതൊക്കെ. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എത്രയാണ്? ഓപ്ഷൻ എ 2300 ഡിഗ്രി സെൽഷ്യസ് ആണ്. Question number 43. Which material is used to make the discharge tube of MA type HPMV lamp? അതായത് മെർക്കുറി ആർക്ക് ടൈപ്പ് അല്ലെങ്കിൽ ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പിന് ഏത് മെറ്റീരിയലാണ് നമ്മൾ ഡിസ്ചാർജ് ട്യൂബായിട്ട് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ കോട്സ് ട്യൂബ്, ഓപ്ഷൻ ബി കോപ്പർ ട്യൂബ്, ഓപ്ഷൻ സി ബോറോസിലിക്കേറ്റ് ട്യൂബ്, ഓപ്ഷൻ ഡി സ്റ്റീൽ ട്യൂബ്. അപ്പോൾ ഈ സാധാരണ ഏത് നമ്മളാണ് യൂസ് ചെയ്യുന്നത്? ബോറോസിലിക്കേറ്റ് ട്യൂബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഏതാണ്? ബോറോസിലിക്കേറ്റ് ട്യൂബാണ് നമ്മൾ സാധാരണ എന്ത് യൂസ് ചെയ്യുക? മെർക്കുറി ആർക്ക് ടൈപ്പ് അല്ലെങ്കിൽ ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പ് ഡിസ്ചാർജ് ട്യൂബായിട്ട് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 44. വിച്ച് ടൈപ്പ് ഓഫ് മോട്ടർ ഈസ് യൂസ്ഡ് ഇൻ ഫുഡ് മിക്സ്ചർ? ഫുഡ് മിക്സ്ചറിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് മോട്ടറാണ് സാധാരണ യൂസ് ചെയ്ത് വരുന്നത്? ഓപ്ഷൻ എ റിപ്ലഷൻ മോട്ടർ, ഓപ്ഷൻ ബി യൂണിവേഴ്സൽ മോട്ടർ, ഓപ്ഷൻ സി സ്പ്ലിറ്റ് ഫേസ് മോട്ടർ, ഓപ്ഷൻ ഡി ഷെയ്ഡഡ് പോൾ മോട്ടർ. ഏതാണ്? യൂണിവേഴ്സൽ മോട്ടർ. ഓപ്ഷൻ ബി ആണ് അല്ലേ? യൂണിവേഴ്സൽ മോട്ടറാണ് നമ്മൾ എന്താണ് ഫുഡ് മിക്സ്ചറിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് നമ്മൾ നോക്കണം, ഓരോ മോട്ടറിനെയും. അതായത് റിപ്ലഷൻ മോട്ടർ ആണെങ്കിലും അതിൻ്റെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, യൂണിവേഴ്സൽ മോട്ടർ ആണെങ്കിലും എവിടെയാണ് ആപ്ലിക്കേഷൻ, സ്പ്ലിറ്റ് ഫേസ് മോട്ടർ ആണെങ്കിലും അതിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസ് നമ്മൾ നോക്കിയിരിക്കണം. Question number 45. What is the purpose of sole plate in electric kettle? Electric kettle sole plate ന്റെ പർപ്പസ് എന്താണ്? ഓപ്ഷൻ എ ആക്ട് as a balancing weight, ഓപ്ഷൻ ബി ആക്ട് as an insulator for element, ഓപ്ഷൻ സി protect the kettle base from damage, ഓപ്ഷൻ ഡി keep the element in close contact with the container. അപ്പോൾ എന്താണ് ആൻസർ? എന്താണ് സോൾ പ്ലേറ്റിൻ്റെ പർപ്പസ്? എന്താണ്? കീപ് ദ എലമെന്റ് ഇൻ ക്ലോസ് കോൺടാക്ട് വിത്ത് കണ്ടെയ്നർ ആണ് നമ്മുടെ ഇലക്ട്രിക് കെറ്റിലിൻ്റെ സോൾ പ്ലേറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 46. വിച്ച് വൺ ഈസ് എ സെമി കണ്ടക്ടർ മെറ്റീരിയൽ? താഴെ തന്നിട്ടുള്ള ഏതാണ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ? നമുക്കറിയാം കണ്ടക്ടർ എന്നാണ്, സെമി കണ്ടക്ടർ എന്നാണ്, ഇൻസുലേറ്റർ എന്നാണ്, എല്ലാ മെറ്റീരിയലിൻ്റെയും ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ കണ്ടക്ടർ പറഞ്ഞാൽ കണ്ടക്ട് ചെയ്യുന്ന, സെമി കണ്ടക്ടർ പറഞ്ഞാൽ പാർഷ്യലി കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽ, ഇൻസുലേറ്റർ പറഞ്ഞാൽ എന്നാണ് ഇലക്ട്രിക് കണ്ടക്ഷൻ ഇല്ലാത്തത്. അപ്പോൾ ഏതാണ് അത്? ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി സിലിക്കൺ, ഓപ്ഷൻ സി മൈക്ക, ഓപ്ഷൻ ഡി അലുമിനിയം. ഏത് മെറ്റീരിയലാണ് സെമി കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്? സിലിക്കൺ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 46. What is the method to increase the conductivity in a semiconductor material? Semiconductor എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെമികണ്ടക്ടർ മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഹീറ്റിംഗ്, ഓപ്ഷൻ ബി ഹാർമറിംഗ്, ഓപ്ഷൻ സി ഡോപ്പിംഗ്, ഓപ്ഷൻ ഡി കട്ടിംഗ്. ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി, അതായത് ഡോപ്പിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് സെമികണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഡോപ്പിംഗ് ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 48. Which type of semiconductor the free electrons are majority? ഏത് ടൈപ്പ് ഓഫ് സെമികണ്ടക്ടറാണ് ഫ്രീ ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി ആയിട്ട് ഫോം ചെയ്യുന്നത്? ഓപ്ഷൻ എ പി ടൈപ്പ്, ഓപ്ഷൻ ബി പി എൻ ടൈപ്പ്, ഓപ്ഷൻ സി എൻ പി ടൈപ്പ്, ഓപ്ഷൻ ഡി എൻ ടൈപ്പ്. ഏതാണ്? എൻ ടൈപ്പ് മെറ്റീരിയലാണ്. എൻ ടൈപ്പ് ഓഫ് സെമികണ്ടക്ടർ ആർ ഫ്രീ ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി. ഫ്രീ ഇലക്ട്രോൺസ് മെജോറിറ്റി ഉള്ളത് ഏതിലാണ്? എൻ ടൈപ്പ് സെമികണ്ടക്ടർ മെറ്റീരിയലാണ്.
Question number 49. What is the main application of SCR? SCRന്റെ മെയിൻ അപ്ലിക്കേഷൻ എന്താണ്? ഓപ്ഷൻ എ ആംപ്ലിഫയർ, ഓപ്ഷൻ ബി ഓസിലേറ്റർ, ഓപ്ഷൻ സി മൾട്ടി വൈബ്രേറ്റർ, ഓപ്ഷൻ ഡി സ്പീഡ് കൺട്രോൾ ഓഫ് മോട്ടർ. ഏതാണ്? മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോളാണ് നമ്മൾ സാധാരണ എന്താണ് SCR യൂസ് ചെയ്ത് ചെയ്യാറുള്ളത് അല്ലേ? പവർ ഇലക്ട്രോണിക്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് മെയിൻ അപ്ലിക്കേഷൻ ഓഫ് SCR എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി സ്പീഡ് കൺട്രോൾ ഓഫ് മോട്ടറാണ്. Question number 50. Which doping material is used to make P-type semiconductor? P-type semiconductor യൂസ് ചെയ്യാൻ ഏത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടാണ്? ഡോപ്പിംഗ് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ബോറോൺ, ഓപ്ഷൻ ബി ആൾസനിക്, ഓപ്ഷൻ സി ആൻറ്റിമണി, ഓപ്ഷൻ ഡി ഫോസ്ഫറസ്. ഏത് മെറ്റീരിയലാണ്? ബോറോൺ ആണ് നമ്മൾ സാധാരണ എന്താണ് ഡോപ്പിംഗ് മെറ്റീരിയലായിട്ട് P-type സെമി കണ്ടക്ടറിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.